Hello friends, welcome back to another video. India's first CNG motorcycle ആയ ബജാജിൻ്റെ ബ്രൂസർ എന്ന് പറഞ്ഞ മോഡൽ ലോഞ്ച് ആവുകയാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു ലീക്ക് ഇമേജസ് കാര്യങ്ങൾ സ്പൈ ഷോട്ട്സ് കാര്യങ്ങൾ ഒത്തിരിയേറെ നമുക്ക് സ്പ്രെഡ് ആവുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ബജാജ് അവരുടെ ഒരു ചെറിയൊരു ടീസറും കാര്യങ്ങളും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ടീസർ കാര്യങ്ങൾ അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂലൈ 5 ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് കാര്യങ്ങൾ വരാൻ പോകുന്നത്. ഒരു 125cc വരുന്ന ഒരു കമ്മ്യൂട്ടർ മോട്ടോർ ആയിട്ടാണ് ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നിലവിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ EV വെഹിക്കിൾസ് അത്യാവശ്യം നല്ല തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാരണം പെട്രോളിൻ്റെ ആ ഒരു പ്രൈസിങ് കാര്യങ്ങൾ എല്ലാം കൊണ്ടുമാണ് EV വെഹിക്കിൾസ് അത്യാവശ്യം നല്ല തന്നെ മാർക്കറ്റിൽ സെയിലിംഗ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡേ ബൈ ഡേ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ശരിക്കും പറഞ്ഞാൽ ബജാജ് ഒരു ഇന്നോവേറ്റീവായിട്ട് CNG മോട്ടോർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ CNG മാത്രമല്ല CNG പ്ലസ് പെട്രോൾ എന്ന രീതിയിൽ തന്നെയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻബിൽഡായിട്ട് ഇതിനകത്തൊരു CNG ടാങ്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസും കാര്യങ്ങളും അതുപോലെ എല്ലാം നൽകിയിട്ടുള്ളൊരു മോഡൽ കൂടിയാണിത്. ഈ ഒരു മോഡലിൽ നമുക്ക് CNG പെട്രോൾ നമുക്ക് സ്വിച്ചബിൾ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് സ്വിച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ CNGയും പെട്രോളും നമുക്ക് സ്വിച്ചബിൾ ആയിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മോഡലിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CT100ൻ്റെ ആ ഒരു ലുക്കിനോട് സാദൃശ്യം പോകുന്ന രീതിയിലാണ് ഡിസൈനിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ആ ഒരു മോഡലിൻ്റെ ഒരു ഡിസൈനിങ് കാര്യങ്ങളും ആ ഒരു അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് കാര്യങ്ങൾ ഇപ്പോൾ CNG ആണ്. സോ ആ ഒരു ടാങ്ക് പോർഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഒരു ഷേപ്പ് കാര്യങ്ങൾ ഒരു ചേഞ്ച് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു LED DRL കാര്യങ്ങളാണ് നൽകുന്നത്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളാക്കി നമുക്ക് LED തന്നെയാണ് ഈ മോഡൽ വന്നിട്ടുള്ളത്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡ് മോട്ടോർ സൈക്കിൾ പോലെ തന്നെയാണ് ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡലിൻ്റെ പ്രൈസും കാര്യങ്ങൾ ഏകദേശം വരുന്ന ഒരു 1 lakh മിനിമമാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 70 to 90 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു മോഡലിൻ്റെ മൈലേജ് കാര്യങ്ങൾ വരാൻ ചാൻസ് പോകും. പിന്നെ ഈ ഒരു മോഡലിൽ കുറേയേറെ പേർക്ക് ഒരു കൺസേൺ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CNG ആണ്. അതുപോലെ തന്നെ ഒരു റിസ്ക് എലമെൻറ്റ് കാര്യങ്ങൾ ഇച്ചിരി കൂടുതലല്ലേ എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഒരു ഇന്നോവേഷൻ കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ചേറെ പേർക്ക് ഒരു കൺസേൺ കാര്യങ്ങളായിരിക്കും ആ ഒരു സേഫ്റ്റിയുടെ ബേസിൽ. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ CNG വെഹിക്കിൾസ് അതായത് 3 വീലേഴ്സ് കാര്യങ്ങൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി വഴിയാണ് ബജാജ്. സോ ദേ നോ ഹൗ ടു ഹാൻഡിൽ CNG മോട്ടോർ സൈക്കിൾസ്. അപ്പോൾ അതിനനുസരിച്ചൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു മോട്ടോർ സൈക്കിളായിരിക്കും വരാൻ പോകുന്നത്. സോ ആ ഒരു കൺസേൺ കാര്യങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ബജാജ് അവകാശപ്പെടുന്നത്. എനിവേ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഈ ഒരു സേഫ്റ്റിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരം അവർ ഈ ഒരു വരുന്ന ജൂലൈ 5 അവർ നൽകുന്നതാണ് ആ ഒഫീഷ്യൽ ലോഞ്ചിലൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ജൂലൈ 5 തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. സീ യു ദെൻ. ബൈ.